കൊണ്ട് നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക. ഇതിനാണ് മുഹറം നബിയേ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. പരിശുദ്ധമായ മുഹറമിനെ നിങ്ങൾ ആദരിക്കണേ, റെസ്പെക്ട് ചെയ്യണേ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ വഴിയെന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മുഹറം, അതാണ് ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ തുടങ്ങാൻ പോകുന്നത് മുഹറം. ആ 12 മാസത്തിൽ അല്ലാഹു പറയാൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടക്കുമ്പോൾ തന്നെ അല്ലാഹു അതിന്റെ സമയ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഭൂമിയുടെ കറക്കം, സൂര്യന്റെ ചലനം, ഇതൊക്കെ സമയങ്ങളോട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയെ പടക്കുമ്പോൾ, ആകാശത്തെ പടക്കുമ്പോൾ നബിയേ ഇവിടെ മാസങ്ങളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ടുള്ള പറയാണ് 12 മാസങ്ങളും ഒരുപോലെയല്ല. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12ൽ 8 മാസം മാറ്റിവെച്ചാൽ 4 മാസങ്ങൾ വളരെ പുണ്യമുള്ള മാസമാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, വളരെ പവിത്രതയുള്ള മാസമാണ്. 4 മാസങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. അതേതൊക്കെയാണ്? ആ 4 മാസങ്ങൾ ഏതൊക്കെയാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസം വളരെ പ്രത്യേകതയുള്ള മാസമാണ്. വിശുദ്ധ റമദാനിന് പ്രത്യേകത വേറെ പറഞ്ഞിട്ടുണ്ട്. ഈ 4 മാസങ്ങളെ കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ട് പറയാണ് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഓ ജനങ്ങളെ, ആ 4 മാസങ്ങളിൽ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, നിങ്ങൾ തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല. അതേ വിശുദ്ധമായ ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും റജബിലും നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യണം. തെറ്റിലേക്ക് പോകുന്നത് മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യാം എന്നല്ല, മറ്റുള്ള മാസങ്ങളിലും തെറ്റ് ചെയ്യാൻ പാടില്ല. അതേസമയം സ്പെഷ്യലായി നിങ്ങൾ സൂക്ഷിക്കേണ്ട ഈ 4 മാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അതിൽ തെറ്റ് വന്നു പോയാൽ അതിന്റെ ഗൗരവം വലുതാണ് നബിയേ. അല്ലാഹുവിന്റെ ശിക്ഷ വലുതാണ്. അതിൽ പുണ്യം ചെയ്താലോ ആ പുണ്യത്തിനും ഇരട്ടി പ്രതിഫലമുണ്ട്. അതേസമയം തെറ്റ് ചെയ്താലോ ആ തെറ്റിനും ഇരട്ടി ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മാസത്തിൽ പുണ്യം ചെയ്യാൻ നമ്മുടെ കാരണവന്മാര് അല്ലെ, മുഹറം വന്നാൽ മുഹറം 10 ദിവസം കഴിയുന്നത് വരെ അവരൊരിക്കലും കല്യാണം നിശ്ചയിക്കൂല. നിശ്ചയിക്കാറുണ്ടോ? മുഹറം 10 കഴിയുന്നത് വരെ മുഹറം 10 കഴിയട്ടെ എന്ന് പറയും അല്ലേ? അങ്ങനല്ലേ? അങ്ങനെയാണ്, അങ്ങനല്ലേ? ഇപ്പൊ അതൊക്കെ ഉണ്ടാവും, പക്ഷെ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. കട്ടിലൊക്കെ മുഹറം 10 കഴിയട്ടെ എന്ന് പറയും അല്ലേ? കല്ലിടണം 10 കഴിയട്ടെ എന്ന് പറയും. പ്രസവത്തിന് കൊണ്ടുപോകണം 10 കഴിയട്ടെ എന്ന് പറയും. എന്തേ? 10 കഴിയാണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അങ്ങനെയാണോ? മുഹറം 10 ദിവസം ഏറ്റവും നല്ല ദിവസമാണ്. ആ ദിവസത്തിൽ ഒരാൾ കല്യാണം നടത്തിയാൽ വളരെ ബറക്കത്തുള്ളതാണ്. ഒരിക്കലും മുഹറം 10ന്റെ ഉള്ളിൽ കല്യാണം നടത്താൻ പാടില്ല എന്ന് ഒറ്റ കിതാബിലും ഇല്ല. ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്, ഇവിടെ വന്നിട്ട് വിളിച്ചു പറയില്ല. ഒരു കിതാബിലും ഇല്ല നടത്താൻ പാടില്ല. മുഹറം 10ന്റെ ഉള്ളിൽ വീടിന് കട്ടില വെക്കാൻ പാടില്ല എന്ന് ഒരു കിതാബിലും ഇല്ല. ഈ മുഹറം 10 ദിവസത്തിലാണ് അല്ലാഹു ഫീഹി ഖുലിഖ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത് എന്നാണ് മുഹറം 10-ന്. 2 റിപ്പോർട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ കാണാം മുഹറം 10-നാണ് ആദം നബിയെ അല്ലാഹു പടച്ചത്. അപ്പൊ ഒരു കാര്യം തുടങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ആദം നബിനെ അല്ലാഹു പടക്കൂല. സ്വർഗം പടച്ചതെന്ന, സ്വർഗം സൃഷ്ടിച്ചത് അല്ലാഹു എന്നാണ് മുഹറം 10-നാണ്. വീട് വെക്കാൻ പറ്റൂലെങ്കിൽ ഏറ്റവും നല്ല വീട് ഏതാണ്? ശാശ്വതമായ വീട് ഏതാണ്? സ്വർഗല്ലേ? ആ സ്വർഗം അല്ലാഹു പടച്ചതെന്ന മുഹറം 10-ന്. അപ്പൊ പിന്നെ മുഹറം 10-നൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നത് തനിച്ച പൊട്ടത്തരാണ്. അത് വിശ്വസിക്കാൻ പറ്റൂല.
പിന്നെ എന്തുകൊണ്ടാണ് കാരണവന്മാര് 10 കഴിയട്ടെ എന്ന് പറയാൻ കാരണം എന്താ? അത് ആ 10 ദിവസം ഒന്നും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ അവരാ 10 ദിവസം പൂർണ്ണമായിട്ട് ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. ആ ദിവസത്തിന്റെ മഹത്വം പരിഗണിച്ചിട്ട് നമ്മൾ വിഷയങ്ങൾ ഓരോന്നോരോന്ന് കൃത്യമായിട്ട് പഠിക്കണം. എന്തെങ്കിലും നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ പാടില്ല. ആ 10 ദിവസം അവര് ഇബാദത്തിന് വേണ്ടി മാത്രം നോമ്പെടുക്കാനും അതുപോലെ നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും സ്വലാത്ത് ചൊല്ലാനും ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പോലും പാഴാക്കാതെ അവര് മാറ്റിവെക്കുമായിരുന്നു. അപ്പൊ പിന്നെ കല്യാണത്തിലേക്ക് മൈൻഡ് കൊടുക്കാൻ, വീട് നിർമ്മാണത്തിലേക്ക് മനസ്സ് തിരിക്കാൻ, കട്ടില വെക്കാൻ, കല്ലിടാൻ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയമല്ല. അവരുടെ മൈൻഡ് സെറ്റാവൂല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്ത് മുഹറം 10 കഴിയട്ടെ. നമ്മളെ സംബന്ധിച്ച് ഏതായാലും അതില്ല. അപ്പൊ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒന്ന് നടക്കട്ടെ അല്ലേ? ഇബാദത്ത് ഏതായാലും ഇപ്പൊ അവര് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ കഴിയോ? നമ്മുടെ കാരണവന്മാർ ഇബാദത്ത് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയോ? ചെയ്യണം. പക്ഷെ എന്തായാലും എത്ര തലകുത്തി മറിഞ്ഞാലും അവര് ചെയ്ത ഇബാദത്തിന്റെ അടുക്കലേക്ക് നമുക്ക് എത്താൻ കഴിയൂല. ഉറപ്പാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ അതില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? കല്യാണം നടക്കട്ടെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം, മുഹറം 10ന്റെ ഉള്ളിൽ ഒന്നും നടത്താൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ അത് വേണ്ടെന്ന് വെച്ചത് ഈ കാരണം കൊണ്ടാണ്. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഈ 10 ദിവസം വലിയ ബറക്കത്തുള്ള ദിവസമാണ്. ഒന്ന് റമദാനിന്റെ അവസാനത്തെ 10 ദിവസം വലിയ ബറക്കത്താണ്. റമദാന്റെ പകല് കല്യാണം നടത്താന്നല്ലട്ടാ, ഇനി അങ്ങനെ കൂട്ടി വായിക്കരുത്. റമദാന്റെ അവസാനത്തെ 10 ദിവസം അത് ബറക്കത്തുണ്ട്, മഹത്വമുണ്ട്. അതുപോലെ ബറക്കത്തുള്ള ഒരു 10 ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അതുപോലെ ബറക്കത്തുള്ള മറ്റൊരു 10 മുഹറമിലെ ആദ്യത്തെ 10. ഇങ്ങനെ 3 10-നാണ് ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളത്, മഹത്വം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാസത്തിൽ നന്മ ചെയ്താൽ അതിന് വലിയ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഏതിന്റെ ശേഷം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ബഅദ ശഹ്രി റമദാൻ, റമദാൻ മാസം കഴിഞ്ഞാൽ ഇബാദത്തിന് ഏറ്റവും മഹത്വമുള്ള, ഇബാദത്തിന് സക്സസ് ആകുന്ന ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ ഏതാണ്? ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം. അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാസം, ബാക്കിയുള്ളതൊക്കെ അള്ളാന്റെ മാസമല്ലേ? അള്ള പഠിച്ചതല്ലേ? അള്ള പഠിച്ചതാണ്. എന്നാ പോലും ഒരു പ്രത്യേകമായ പ്രയോഗം ഷഹ്റുല്ലാ നമ്മൾ സാധാരണ അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. ഇത് എന്റെ മോനാണെന്ന് പറയും. അപ്പൊ മറ്റുള്ള 2 മക്കളോ അതൊക്കെ മോൻ തന്നെയാണ്, അതെന്റെ മോനാണ് അല്ലേ? ആ മോൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അങ്ങനെ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. എന്നതുപോലെ അള്ളാഹുവിന്റെ മാസം, ബാക്കിയുള്ളതൊക്കെ അള്ളാന്റെ മാസങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ മാസത്തിനൊരു പവർ കൂടുതലാണ്. അതുകൊണ്ട് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഈ മാസത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? മോശമായ പ്രവർത്തികളിൽ ഏർപ്പെട്ട ആളുകൾ ഈ മാസത്തിൽ പൂർണ്ണമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തന്ന അവയവങ്ങൾ അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഉപയോഗിക്കണം. അല്ലാഹു തന്ന കാഴ്ച തെറ്റിലേക്ക് നോക്കാൻ പാടില്ല. അല്ലാഹു തന്ന കേൾവി കൊണ്ട് തെറ്റ് കേൾക്കാൻ പാടില്ല. നല്ലത് ചിന്തിക്കാനാണ് ഖൽബ്. ഈ നിലക്ക് അവയവങ്ങളെ കൊണ്ട് നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക. ഇതിനാണ് മുഹറം നബിയേ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, പരിശുദ്ധമായ മുഹറമിനെ നിങ്ങൾ ആദരിക്കണേ, റെസ്പെക്ട് ചെയ്യണേ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ വഴിയെന്ന് സൂറത്തു തൗബയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്.